ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരുപാട് രോഗങ്ങൾ, പുതിയ ഒരുപാട് രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ശരിയായ നിലയിൽ ചികിത്സ ലഭിക്കാതെ പോകുന്നതുകൊണ്ട് ഒരുപാട് ആളുകൾ മൃതാവസ്ഥയിൽ കഴിയുന്നുണ്ട്. ചിലരൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. രോഗനിർണയം തക്ക സമയത്ത് നടത്താത്തതുകൊണ്ട്, അത് ശരിയായ നിലയിൽ നടത്തി ചികിത്സ ലഭിക്കാതെ പോയാൽ ജീവിതത്തെ തന്നെ അത് വളരെ പ്രതികൂലമായിട്ട് ബാധിക്കും എന്ന് നമുക്കറിയാം. പുറമേയുള്ള മനുഷ്യൻ്റെ കാര്യത്തിൽ പലരും വളരെ തൽപരരാണ്, ഉത്സാഹിയാണ്. രോഗം വന്നാൽ രോഗനിർണയം നടത്തുവാനും ചികിത്സ ചെയ്യുവാനും ഒക്കെ ആളുകൾ എന്തും ചെയ്യുവാൻ തയ്യാറാണ്. എന്നാൽ അകത്തെ മനുഷ്യനെ അടിമുടി പരിശോധിച്ച് വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായിട്ടാണോ ഇരിക്കുന്നത് എന്ന് നിർണയിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അകത്തെ മനുഷ്യനെ അടിമുടി പരിശോധിച്ച് ശരിയായ നിലയിൽ രോഗനിർണയം നടത്തിയാൽ ആത്മീക ആരോഗ്യമുള്ള ഒരു തലമുറ ഉണ്ടാകും. വിശ്വാസികൾ ഒരിക്കലും ബലഹീനരോ അവശരോ അംഗവൈകല്യമുള്ളവരോ ആയിട്ട് ജീവിക്കുവാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. ഒരപ്പനും തൻ്റെ മക്കൾ അങ്ങനെ ആകണം എന്ന് ആഗ്രഹിക്കാറില്ല. ദൈവം പിതാവെന്ന നിലയിൽ തൻ്റെ മക്കൾ നല്ല ആത്മീക ആരോഗ്യമുള്ളവരും പ്രവർത്തനശേഷിയുള്ളവരും കാര്യപ്രാപ്തിയുള്ളവരും ആയിരിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. രണ്ടൊരു ചത്തും വേരറ്റും പോയ വൃക്ഷങ്ങൾ എന്ന് യൂദ തൻ്റെ ലേഖനത്തിൽ പറഞ്ഞതുപോലെ ആയിരിക്കരുത് നമ്മുടെ ആരുടെയും അവസ്ഥ. വചനത്തിൽ നാം ഇതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു: നിന്റെ പരുക്ക് മാറാത്തതും നിന്റെ മുറിവ് വിഷമമുള്ളതുമാകുന്നു. നിന്റെ വ്യവഹാരം നടത്തുവാൻ ആരുമില്ല. നിന്റെ മുറിവിന് ഇടുവാൻ മരുന്നും കുഴമ്പുമില്ല. നിന്റെ സ്നേഹിതന്മാരൊക്കെയും നിന്നെ മറന്നിരിക്കുന്നു. നിന്റെ അകൃത്യത്തിൻ്റെ ആധിക്യം നിമിത്തവും നിന്റെ പാപത്തിൻ്റെ ബഹുത്വം നിമിത്തവും എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന വേദഭാഗം നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇസ്രായേൽ ജനം ആത്മീകമായി ബലഹീനരായി, രോഗികളായി, പരുക്ക് പറ്റിയവരെ പോലെയായി, മുറിവേറ്റവരെ പോലെ ആയി എന്നാണ് ദൈവം അരുളി ചെയ്യുന്നത്. യിരെമ്യാവിൻ്റെ പുസ്തകം 8-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ ഗിലെയാദിൽ സുഗന്ധതൈലം ഇല്ലയോ, അവിടെ വൈദ്യൻ ഇല്ലയോ, എൻ്റെ ജനത്തിൻ്റെ പുത്രിക്ക് രോഗശമനം വരാതെ ഇരിക്കുന്നത് എന്ത്? രോഗം കണ്ടുപിടിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. രോഗനിർണയം നടത്തുവാനും ശരിയായ ചികിത്സ നൽകുവാനും നല്ല വൈദ്യനായ കർത്താവ് എപ്പോഴും തയ്യാറാണ് എന്ന് തിരുവെഴുത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. രോഗിയാണെന്ന് സമ്മതിക്കുന്ന ഒരു വ്യക്തിയെ മാത്രമേ ദൈവത്തിന് ചികിത്സിച്ച് ആരോഗ്യമുള്ളവരാക്കി മാറ്റുവാനായിട്ട് കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. രോഗികൾക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമുണ്ട്. അകത്തെ മനുഷ്യൻ്റെ രോഗാവസ്ഥ മനസ്സിലാക്കി ആത്മീകമായ കരുത്ത് നഷ്ടപ്പെട്ട് കാര്യപ്രാപ്തിയില്ലാതെ, ആത്മീക ആരോഗ്യമില്ലാതെ, പ്രവർത്തനശേഷിയില്ലാതെ ഒരു തലമുറ ദൈവസഭയ്ക്കകത്ത് നിൽക്കുമ്പോൾ ദൈവം നമ്മെ വിളിക്കുന്നു. ഗിലെയാദിൽ സുഗന്ധതൈലമുണ്ട്, അവിടെ വൈദ്യനുണ്ട്. എൻ്റെ ജനത്തിൻ്റെ പുത്രിക്ക് രോഗശമനം അവിടെയുണ്ട്. ഇവിടുത്തെ രോഗശാന്തി എന്ന് പറയുന്നത് അകത്തെ മനുഷ്യനെ സംബന്ധിച്ചാണ്. സകല രോഗങ്ങളും സൗഖ്യമാക്കുമെന്ന് കർത്താവ് പറയുന്നുണ്ട്. യേശു നമ്മുടെ എല്ലാ രോഗങ്ങൾക്കും നല്ല വൈദ്യൻ തന്നെയാണ്. ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത
എന്താണെന്ന് നാം മറന്നു പോകരുത്. പലരും ക്ഷീണാവസ്ഥയിലാണ്. പകർച്ചവ്യാധികൾ വ്യാപകമാകുന്ന കാലങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. ചികിത്സ വൈകിപ്പോയാൽ മരണം ഉറപ്പാണ്. അതുകൊണ്ട് പോർക്കളത്തിൽ നിൽക്കുന്ന കർത്താവിൻ്റെ പോരാളികളായിട്ടുള്ള എല്ലാവരും തീർച്ചയായും നല്ല വൈദ്യൻ്റെ അടുക്കൽ ചെന്ന് സൗഖ്യം പ്രാപിക്കണം എന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. എന്തെല്ലാം കുറവുകൾ, പാപരോഗങ്ങൾ നിമിത്തം നാം എത്രമാത്രം ബലഹീനരായിട്ടുണ്ടെന്നും നമ്മുടെ ആത്മീയ ആരോഗ്യം എത്രമാത്രം ക്ഷയിച്ചു പോയിട്ടുണ്ടെന്നും നമ്മുടെ കാര്യപ്രാപ്തി എത്രമാത്രം കുറഞ്ഞു പോയിട്ടുണ്ടെന്നും നാം 2 പ്രാവശ്യം ചത്തും വേരറ്റും പോയ വൃക്ഷങ്ങൾക്ക് സമമാണെന്നും തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നമുക്ക് ഓടിച്ചില്ല. അടിയനെ സൗഖ്യമാക്കണമേ എന്നുള്ള പ്രാർത്ഥന നമുക്ക് ദൈവസന്നിധിയിൽ ഹൃദയത്തിൽ നിന്ന് പകരുവാൻ കഴിയട്ടെ. കർത്താവ് നമ്മളെ സൗഖ്യമാക്കി ആത്മീയ ആരോഗ്യമുള്ളവരാക്കി കാര്യപ്രാപ്തിയുള്ളവരാക്കി മാറ്റട്ടെ. പരിശുദ്ധ പിതാവേ, അവിടുത്തെ വചനം ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ഈ വചനപ്രകാരം ശരിയായ നിലയിൽ അകത്തെ മനുഷ്യൻ്റെ ക്ഷീണാവസ്ഥകൾ കണ്ടെത്തി ആത്മീയ ആരോഗ്യമുള്ളവരായിട്ട് മാറുവാൻ ഗിലെയാദിലെ വൈദ്യനായ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ഓടിച്ചെന്ന് സുഖപ്പെടുവാൻ എല്ലാവരെയും ഉത്സാഹിപ്പിക്കണം. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.